അപ്പോസ്തലനായ പൗലോസ് റോമർ 6:13 6-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ പ്രാരംഭവാക്യം, അതിൻ്റെ പകുതി ഭാഗം നമുക്കൊന്ന് വായിക്കാം. ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കാം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് വിട്ടുകൊടുക്കരുത്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ഒരവയവത്തെ ഞാൻ അനീതിയുടെ ആയുധമായി പാപത്തിന് വിട്ടുകൊടുത്തു. അവയവം ഏതാണെന്നും ആ പ്രവാചകന് നല്ല ബോധ്യമുണ്ട്. എൻ്റെ നാവിനെ ഞാൻ അനീതിയുടെ ആയുധമായി പിശാചിന് കൊടുത്തു. ഞാൻ നശിച്ചു, ഞാൻ ദൈവരാജ്യത്തിൽ എത്തൂല. അതാണ് യെശയ്യാ പ്രവാചകന്റെ ആ പരിഭ്രമം. പക്ഷെ നിൽക്കുന്നത് ദേവാലയത്തിലാണ്. കാണുന്നത് ദൈവത്തിൻ്റെ മാലാഖമാരെ, സാറാഫുകളെയാണ്. രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് പറക്കുന്ന മാലാഖമാരുടെ നടുവിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിലെല്ലാം നിന്നുകൊണ്ട് എന്താണ് പ്രവാചകൻ പറയുന്നത്? ഞാൻ ദൈവരാജ്യത്തിൽ പോവില്ല എന്ന് തന്നെത്താൻ പറയുകയാണ്. കാരണം എന്താ? ഞാൻ നശിച്ചു, ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നു. അതാണ് എൻ്റെ ശരിയായ വാക്ക്. ഞാൻ നശിച്ചു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം, ഐ ഹാവ് കിൽഡ് മൈ സോൾ. ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞു. എൻ്റെ പാപം കൊണ്ട്, എൻ്റെ വായിലെ സംസാരം കൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞു. മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ നമുക്കറിയാം, 12-ാം അധ്യായം 36-ാം വാക്യം. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? മനുഷ്യൻ നിസ്സാര വാക്കുകൾ പറഞ്ഞാലും, തെറ്റായത്, ദൈവം സന്തോഷിക്കാത്തത്, ദൈവം ഇഷ്ടപ്പെടാത്തതായ നിസ്സാര വാക്ക് പറഞ്ഞാൽ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന് പറയുന്നത്, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞ് ദൈവം എന്നെ വിളിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞ് ദൈവം അടുക്ക വിളിച്ച് നിന്റെ നാവ് കൊണ്ട് വല്ല പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. എന്നോട് കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞവർക്ക് ന്യായവിധി ഇല്ല, സ്വർഗത്തിൽ എത്താത്തവർക്കാണ് ന്യായവിധി. അപ്പോൾ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കുകൊണ്ടും അവൻ സ്വർഗത്തിൽ പോവില്ല, അവൻ നരകത്തിലേ പോകൂ. അത് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞു. പ്രസംഗകന്മാരുടെ പ്രഭുവായിരുന്നു ചാൾസ് സ്പർജൻ. അദ്ദേഹം ഡയമണ്ടിനെ കുറിച്ച് ഒരിക്കൽ പ്രസംഗിച്ചു. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡയമണ്ട്സ് ലോഹം. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചത് ഡയമണ്ട് എന്നുള്ള വിലയേറിയ ആ ലോഹത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഇത് ഡയമണ്ട് എക്സ്പീരിയൻസ്, ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ഡയമണ്ട് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഏറ്റവും വിലയേറിയ എക്സ്പീരിയൻസ്. ഒരു ക്രിസ്ത്യാനിക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വിലയേറിയ ഡയമണ്ട് എക്സ്പീരിയൻസ് ഏതാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആ ഡയമണ്ട് എക്സ്പീരിയൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അതെന്താണ്? കൺവിക്ഷൻ എന്ന് വെച്ചാൽ പാപബോധം. ആ അനുഭവത്തെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഒരു ക്രിസ്ത്യാനിക്ക്, വിശ്വാസിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായ ഡയമണ്ട് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത്ര വിലയുള്ള അനുഭവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാപബോധം. ദൈവമക്കളെ, പാപബോധം, കുറ്റബോധം, പശ്ചാത്താപം, അനുതാപം, ഏറ്റുപറച്ചിൽ, ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊരു ശരിയായ ഒരു ക്ലാരിറ്റി എങ്കിലും ഉണ്ടാകണം. എന്തൊക്കെയാണ് ഈ പറയുന്നതെല്ലാം? എന്താണ്? എല്ലാം ഒന്നാണോ? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഇതിൽ ഏതനുഭവമാണ് എനിക്കുള്ളത്? എനിക്ക് പാപബോധമാണോ ഉള്ളത്? അതോ എനിക്ക് അനുതാപമാണോ ഉള്ളത്? അതോ എനിക്ക് ഏറ്റുപറയുന്ന സ്വഭാവമാണോ ഉള്ളത്? എനിക്ക് ആ ക്ലിൻസിങ്, കഴുകൽ പ്രാപിച്ചവനാണോ? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാനൊന്ന് വേഗത്തിൽ പറയാം. 4 വാക്കുകൾ പഠിച്ചാൽ മതി. ഒന്ന് അനുതാപം അഥവാ റിപ്പൻറ്റൻസ്. ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ് എന്ന് പറയും, മലയാളത്തിൽ അനുതാപം. അനുതാപം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ കാലത്തിൽ പലതരത്തിലുള്ളതായ തെറ്റുകൾ എനിക്കറിയാം. ഇന്ന കാര്യത്തിൽ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ആ വാക്കിനാണ് അനുതാപം എന്ന് പറയുന്നത്.
അത് സാധാരണ എല്ലാവർക്കും ഉണ്ട്. അതൊരു കോൺഷ്യസ് എന്ന് വെച്ചാൽ നല്ല മനസാക്ഷിയുള്ള എല്ലാവർക്കും ഉള്ളതായ ഒരു അനുഭവമാണത്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് തെറ്റുപറ്റി, ഇന്ന കാര്യത്തിൽ, ഇന്ന സ്വഭാവത്തിൽ, ഇന്ന പെരുമാറ്റത്തിൽ, ഇന്ന സംസാരത്തിൽ തെറ്റുപറ്റി. അത് അനുതാപമാണ്. അത് ക്രിസ്തുവിശ്വാസിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അത് അനുതാപമാണ്. എന്നാൽ പാപബോധം എന്ന് പറയുന്നത് അതല്ല. പാപബോധം എന്ന് പറയുന്നത് കൺവിക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. ഞാൻ ചെയ്ത പാപം ദൈവത്തിനെതിരായിപ്പോയി. ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ ചെയ്തതായ കാര്യം, ഞാൻ പറഞ്ഞതായ ആ സംസാരം, അത് ദൈവത്തിനെതിരായിപ്പോയി, ദൈവഹിതത്തിനെതിരായിപ്പോയി, ദൈവത്തിൻ്റെ ആത്മാവിനെതിരായിപ്പോയി. അതാണ് പാപബോധം എന്ന് പറയുന്നത്. മറ്റത് അനുതാപമാണ്. ദാവീദ് പറയില്ലേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് വെച്ചാൽ പാപം ചെയ്ത വ്യക്തി ആരാണെന്നുള്ളതല്ല, ഞാൻ ദൈവത്തിനോട് പാപം ചെയ്തു പോയി. എൻ്റെ പ്രവൃത്തി ദൈവത്തിനെതിരായിപ്പോയി എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവിനെതിരായിപ്പോയി. ദൈവത്തിനെതിരായിപ്പോയി എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെതിരായിപ്പോയി എന്ന് പറഞ്ഞാൽ, എൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും എൻ്റെ ആത്മാവിൻ്റെ ജീവനും എതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചു പോയി. അതിനാണ് പാപബോധം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റി എന്നുള്ളൊരു ജനറൽ ചിന്താഗതിയല്ല. എൻ്റെ ഇന്ന കാര്യം ദൈവത്തിനെതിരായിപ്പോയി, അഥവാ എൻ്റെ ആത്മാവിൻ്റെ മരണത്തിനത് കാരണമായിപ്പോയി. എൻ്റെ ആത്മാവിൻ്റെ മരണം, എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു, എൻ്റെ ആത്മാവിൻ്റെ മരണത്തിനത് കാരണമായി ആ ശരിയായ സുബോധം. അതാണ് പാപബോധം. അതാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ആത്മാവിനെ വീണ്ടും ജീവിപ്പിക്കണമേ എന്നല്ല. കാരണം ഞാൻ മരിച്ചുപോയി. ദാവീദ് ദൈവത്തോട് പറയുക. ദാവീദ് മരിച്ചതായിട്ട് മനുഷ്യരാരും പറയുന്നില്ല. പക്ഷേ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഞാൻ മരിച്ചിരിക്കുക കേട്ടോ, ഞാൻ മരിച്ചു പോയിട്ടോ. ദൈവമക്കളെ, നമ്മുടെ പാപം അത് യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ആത്മാവിനെ കൊന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത്. മൂന്നാമതാണ് കൺഫഷൻ, ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെയാണ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്ന മനുഷ്യനാണെന്ന് പരസ്യമായി പറയാൻ എനിക്ക് ലജ്ജയില്ല. പരസ്യമായി ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിച്ചു, എനിക്ക് ദൈവരാജ്യത്തിന് അർഹതയില്ല എന്ന് പരസ്യമായിട്ട് സമ്മതിക്കാൻ എനിക്ക് ലജ്ജയില്ല. അഹങ്കാരം എന്നെ പുറകോട്ട് വലിക്കുന്നില്ല. എനിക്ക് സമ്മതമാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞു, ഞാൻ ദൈവത്തിനെതിരായി നിൽക്കുന്നു. കൺഫഷൻ. അതാണ് യെശയ്യാ പ്രവാചകൻ ഉണ്ടായത്. കൺഫസ് ചെയ്യും, എൻ്റെ നാവ് കൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞു, എൻ്റെ ആത്മാവ് മരിച്ചുപോയി. കൺഫഷൻ. നാലാമത്തേതാണ് ക്ലിൻസിങ്. അപ്പോഴാണ് ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത്. ആ അനുഭവത്തിലൂടെ ദൈവമക്കളെ, അനേകർക്കും ഒരു പശ്ചാത്താപമേ ഉള്ളൂ, ഒരു അനുതാപം. കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റി, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് പലതും തെറ്റുപറ്റി. സഹോദര, അതല്ല പാപബോധം. അത് ദൈവം നിന്റെ ആത്മാവിന് ജീവൻ തരില്ല. നിന്റെ ആത്മാവിന് ജീവനും ചൈതന്യം കിട്ടണമെങ്കിൽ നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി ദൈവത്തിനെതിരായിപ്പോയി, ദൈവവചനത്തിനെതിരായിപ്പോയി, പരിശുദ്ധാത്മാവിനെതിരായിപ്പോയി. നിന്റെ പ്രവൃത്തിയും വാക്കും മൂലം നിന്റെ ആത്മാവ് മരിച്ചുപോയി. ആ സത്യസുബോധം ഒരുവന് വരുമ്പോഴാണ് അത് പാപബോധം എന്ന് പറയുന്നത്. അപ്പോഴാണത് പരസ്യമായി ഏറ്റുപറയാനുള്ള മനസ്സ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ. ഏത് കാര്യത്തിൽ വിശ്വസ്തൻ? ഞാൻ ഹൃദയം തുറന്ന് കൺഫെഷൻ നടത്തിയാൽ ദൈവം ആ പാപം ക്ഷമിച്ചു തരാൻ, തൂത്തു തരാൻ, ആ പാപത്തിൻ്റെ പേരിൽ എന്നെ ന്യായം വിധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റുപറഞ്ഞ ഒരു പാപവും ആ ന്യായവിധിയുടെ ആ പുസ്തകത്തിൽ, എനിക്കെതിരായുള്ള പുസ്തകത്തിൽ ഉണ്ടാവില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഓർമ്മയിലുണ്ട്.
പക്ഷേ അതൊന്നും സ്വർഗത്തിലെ പുസ്തകത്തിൽ ഇല്ല. അത് കർത്താവ് മായ്ച്ചു കളഞ്ഞത്. അവൻ വിശ്വസ്തനാണ്. പക്ഷേ എനിക്കെന്തിനാ ഓർമ്മ നിലനിർത്തി തന്നിരിക്കുന്നത്? എനിക്ക് എളിമപ്പെടാൻ ഞാൻ ഇന്ന പോലെയുള്ള മനുഷ്യനാണ്, ഞാൻ ഇന്ന സ്വഭാവം ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായ ആ എളിമയും താഴ്മയും എനിക്ക് നിലനിർത്തി കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ ആ ഓർമ്മ നിലനിർത്തി തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളിതിൽ എവിടെ നിൽക്കുന്നു? ഈ പാപബോധമൊക്കെ ആർക്കാ കിട്ടുക? അതൊരു കൃപയാണ് പ്രിയപ്പെട്ടവരെ. ആർക്ക് കിട്ടും? കൃപ ലഭിച്ചവർക്ക് കിട്ടും. ഏത് കൃപ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അങ്ങനെ ദൈവമക്കളായി തീർന്നവർക്ക് കിട്ടുന്നതാണ് പാപബോധം എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് അത് കിട്ടില്ല. അതല്ലാത്തവർക്ക് പള്ളിയിൽ വരുന്നവർക്കോ പെരുന്നാളിൽ പോകുന്നവർക്കോ ഇങ്ങനെ ഓടി നടക്കുന്നവർക്കോ അത്ഭുതങ്ങളുടെ പുറകെ നടക്കുന്നവർക്കൊന്നും ആ അനുഗ്രഹം കിട്ടില്ല. പാപബോധം എന്ന് പറയുന്നതായ ആ അനുഭവം ഒരിക്കലും കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു അനുഗ്രഹീത ദൈവവൽക്കാരൻ പറയും, പാപബോധം എന്ന് പറയുന്നത് മനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയത്തിൽ മുളച്ചു വരുന്ന ഒരു സസ്യമാണെന്ന്, ഒരു ചെടിയാണെന്ന്. എന്ന് പറഞ്ഞാൽ അത് മനസാന്തരപ്പെട്ടവൻ്റെ ഹൃദയത്തിൽ മാത്രമേ എന്ത് മുളച്ചു വരികയുള്ളൂ? പാപബോധം മുളച്ചു വരികയുള്ളൂ. എന്ന് വെച്ചാൽ ആത്മാവിനെ ഞാൻ തന്നെ കൊന്നുകളയുകയാണെന്നുള്ള ബോധം ആ മനസ്സിനെ ഉണ്ടാവുകയുള്ളൂ. ദൈവമക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ നിങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിലേ നിങ്ങൾക്ക് പാപബോധം ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങളുടെ ആത്മാവ് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ? ആത്മാവിൻ്റെ ജീവൻ, അതിനുവേണ്ടി ആ ദൈവം തരുന്ന സൗഖ്യം, സെക്യൂരിറ്റി, കർത്താവായ യേശുവിനോട് ചേർന്ന് എൻ്റെ ആത്മാവ് സെക്യൂർഡായിരിക്കണം, എൻ്റെ ആത്മാവ് ദൈവരാജ്യത്തിലെത്തണം, എനിക്ക് ദൈവരാജ്യത്തിലെത്തണം എന്നുള്ളതായ ആഗ്രഹമുള്ളവന് മാത്രമേ പാപബോധം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവനൊക്കെ അനുതാപം ഉണ്ടാവും, റിപ്പൻറ്റൻസ് ഉണ്ടാവും, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് തെറ്റുപറ്റി എന്നുള്ള ബോധമൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സഹോദര, നീ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് ബോധമുണ്ടോ? ഇന്ന് നീ മരിച്ചാൽ നീ ദൈവരാജ്യത്തിൽ എത്തുമോ? യെശയ്യാ പ്രവാചകൻ പറയുക, ഞാൻ മദബഹായിലാണ് നിൽക്കണത്, പക്ഷേ ഞാൻ മരിച്ചാൽ നരകത്തിലായിരിക്കും. കാരണം ഞാൻ എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ ആത്മാവിനെ കൊന്നിട്ടാണ് ഈ പരിശുദ്ധ മദബഹായിൽ നിന്നുകൊണ്ട് ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാൻ നിൽക്കുന്ന ഞാൻ ആലോചിക്കണം. സാക്ഷ്യം പറയുന്നവനും പാട്ട് പാടുന്നവനും വചനം കേൾക്കുന്നവരും ഒക്കെ ആലോചിക്കണം. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കൊന്നുകളഞ്ഞിട്ടുണ്ടോ? നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകൻ എന്തുകൊണ്ടാണ് ഞാൻ നശിച്ചു എന്ന് പറയുന്നത്? ആരോഗ്യം പോയി എന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി എന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് ഏതെങ്കിലും രോഗം വന്നു എന്നല്ല പറഞ്ഞത്, കുടുംബത്തിന് കേടുവന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ നശിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് രോഗം വന്നതോ മരണം വന്നതോ മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നതോ കാര്യമൊന്നുമല്ല പറഞ്ഞത്. എൻ്റെ ആത്മാവ് നശിച്ചു എന്നാണ് പറഞ്ഞത്. എൻ്റെ ആത്മാവ് നശിച്ചുപോയി. എന്തായിരുന്നു കാരണം? ആത്മാവ് നശിക്കാനുള്ള കാരണം എന്തൊക്കെയായിരുന്നു? നമുക്ക് ആ പ്രവചനം 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിലെ ആ യെശയ്യാ പ്രവാചകന്റെ ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞ ചില വാക്കുകൾ. അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. പ്രവാചകൻ മറ്റുള്ളവരെ കുറിച്ച് പറയുകയാണ്, അവര് പണത്തിന്റെ പുറകെ നടക്കണവരാ, വയലോട് വയല് വീടോട് വീട് ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരാ. അവരെ പണത്തിന്റെ പുറകെയാ, അവര് ദൈവമക്കളാണെന്നൊക്കെയാ പറയണത്. പക്ഷേ അവർ പണത്തിന്റെ പുറകെ നടക്കുന്നവരാ. മറ്റുള്ളവരെ കുറിച്ച്, പണമുള്ളവരെ കുറിച്ച്, അല്ലെങ്കിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവരായിരിക്കാം, പക്ഷേ അവരെ അന്ധമായിട്ടങ്ങ് വിധിക്കുകയാണ്. അവർ പണത്തിന്റെ പുറകെ നടക്കുന്നവരാ, അവർ എസ്റ്റേറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നവരാ. അവരെ കുറിച്ച് ഒരു അന്ധമായ വിധി. അവർക്ക് അയ്യോ കഷ്ടം. അടുത്തത് വായിച്ച് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? 11-12 വാക്യം വായിച്ചു നോക്കാം. 11-12. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. മദ്യപാനികൾക്ക് അയ്യോ കഷ്ടം. പ്രിയപ്പെട്ടവരെ, ആ ഒരു പാപം മാത്രമേ കാണുന്നുള്ളൂ. മദ്യപാനികൾക്ക് അയ്യോ കഷ്ടം തന്നെയാണ്. പക്ഷേ
ആ ഒരു പാപം മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത വാക്യം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ പറയുകയാണ്, അവര് അവരുടെ വിവാഹങ്ങള് ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നു, ദൈവവേലയെ മറന്നു പോകുന്നു. ദൈവത്തിന്റെ വേലയെക്കുറിച്ച് അവർക്ക് ഗൗരവബോധമില്ല, അവർ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ബോധമില്ല. അവര് പല വിധത്തിലും അവരുടെ ആഘോഷങ്ങളുടെ പുറകെ നടക്കുന്നു. മറ്റുള്ളവരുടെ കുടുംബത്തിലെ ആഘോഷവും അവിടെ നടക്കുന്ന കിന്നരങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആത്മീയത്തിന് ചേർന്നതാണോ? അതൊന്നും ആത്മീയത്തിന് ചേർന്നതല്ല. പ്രവാചകൻ പറയും, അതൊന്നും ആത്മീയത്തിന് ചേർന്നതല്ല. അവരുടെ വീട്ടിൽ നടന്ന കാര്യം ആത്മീയത്തിന് ചേർന്നതല്ല. മറ്റുള്ളവരുടെ അവിടെ നടന്നതൊന്നും സത്യാത്മീയത്തിന് ചേർന്നതല്ല. പ്രവാചകന്റെ ആ ഉള്ളിലെ മനോഭാവം അതാ പറയുന്നത്, അവർക്കയ്യോ കഷ്ടം. അടുത്തത് വായിച്ചു നോക്കാം. ഇതിൻ്റെ 18, 19 വായിക്കേണ്ടതാണ്. അത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ഞാനത് പറയാം. എന്ന് വെച്ചാൽ എല്ലാം ഒരു സ്കോഫേഴ്സ് അഥവാ സർക്കാസ്റ്റിക് പ്രൈഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ, ദൈവം ഉണ്ടെങ്കിൽ വന്ന് എന്നെ ശിക്ഷിക്കട്ടെ, ഈ ദൈവം എന്നൊക്കെ പറയുന്നു, ദൈവം ഉണ്ടെങ്കിൽ വന്ന് എന്നെ ശിക്ഷിക്കട്ടെ, ഞാൻ ശരിയായിട്ട് പോകുന്ന ഒരാളാ എന്ന് തന്നെത്താനൊരു പ്രൈഡ്, സർക്കാസ്റ്റിക് പ്രൈഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാം ഒരു തമാശ, ദൈവം ഒരു തമാശ വിഷയം, ആത്മീയം ഒരു തമാശ വിഷയം. എൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. പ്രവാചകന് പറ്റിയത് എന്തെല്ലാമാണ് നോക്കാം. തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും. പ്രിയപ്പെട്ടവരെ, എല്ലാം സ്വന്തം കണ്ണുകൊണ്ട് മാത്രം നോക്കി ഏതാണ് തിന്മയ്ക്ക് നന്മ, നന്മയ്ക്ക് തിന്മ എന്ന് പേർ പറയുന്നു. എന്ന് വെച്ചാൽ അവരുടേതായ കാഴ്ചപ്പാടിൽ തെറ്റാണ്, ദൈവത്തിന്റെ കാഴ്ചപ്പാടിലല്ല, മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റ്. അത് ശരിയല്ല, ഇത് ശരിയല്ല, ആ കാഴ്ചപ്പാട് തെറ്റ്. 21-ാമത്തെ വാക്യം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾക്ക് തന്നെ ജ്ഞാനി, തങ്ങൾക്ക് തന്നെ വിവേകി. ഞാൻ ശരിയാ, തങ്ങൾക്ക് തന്നെ വിവേകിയാ, ഞാനൊരു വിവേകമുള്ള മനുഷ്യനാ, ഞാനൊരു ജ്ഞാനമുള്ള മനുഷ്യനാ. കാരണം എത്രയോ നാളത്തെ പരിചയം എനിക്കുണ്ട്, എനിക്ക് ആത്മീയവും പരിചയമുണ്ട്, എനിക്ക് അവരെ അറിയാം, ഇവരെ അറിയാം, എല്ലാം അറിയാം. തങ്ങൾക്ക് തന്നെ ജ്ഞാനി, വിവേകി എന്ന് തോന്നുന്ന മനുഷ്യൻ. 23-ാമത്തെ വാക്യം. സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. പ്രിയപ്പെട്ടവരെ, ഏത് നിമിത്തമാ? സമ്മാന നിമിത്തം. എന്ന് വെച്ചാൽ ചിലരുടെ ഒത്താശയുടെ പേരിൽ, പക്ഷം പിടിക്കുന്നതിൻ്റെ പേരിൽ, സമ്മാന നിമിത്തം, ചിലരുടെ വശീകരണത്തിന്റെ പേരിൽ എന്താണ് ചെയ്യുന്നത്? ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാനെ ദുഷ്ടനെ തിണ്ണുകയും ചെയ്യുന്നു. നീതിമാനല്ല, പക്ഷെ അവന് നീതിമാനെന്നാണ് എണ്ണണത്. കാരണം എന്താ? അവനോടൊരു പ്രീതി, അവനോടൊരു പക്ഷാഭേദം, സമ്മാന നിമിത്തം. ദൈവമക്കളെ, ഇതുപോലെയുള്ളതായ വാക്കുകളെല്ലാം തൻ്റെ നാവിൽ നിന്ന് വന്നുപോയി എന്നാണ് പ്രവാചകൻ പറയുന്നത്. ആ മറ്റുള്ളവരെല്ലാം ഈ തരത്തിലുള്ളതല്ല വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വന്നുപോയി, അതുകൊണ്ട് ഞാൻ നശിച്ചു, എനിക്ക് അയ്യോ കഷ്ടം. ദൈവമക്കളെ, നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ വരാറുണ്ടോ? നിങ്ങളുടെ നാവിൽ ഇതുപോലത്തെ വാക്കുകൾ വരാറുണ്ടോ? ഇതുപോലെയുള്ള വാക്കുകൾ വരാറുണ്ടോ? അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല. നാവ് കൊണ്ടാണ് അതെല്ലാം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ ഇരുന്നാലേ പലതും നമുക്ക് ബോധ്യം വരികയുള്ളൂ. ദാവീദ്, നിങ്ങൾ സമയമുണ്ടെങ്കിൽ വായിക്കുന്നല്ലതാ, ദിനവൃത്താന്തങ്ങളുടെ നിങ്ങളുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ദാവീദിന് ദൈവത്തിൻ്റെ ആലയം പണിയണമെന്ന് ആഗ്രഹം. ഞാൻ വായിപ്പിക്കുന്നില്ല. ആലയം പണിയണമെന്ന് ആഗ്രഹം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവനാഥാം പ്രവാചകനെ പറഞ്ഞു വിട്ടു, നിൻ്റെ ആഗ്രഹം നല്ലതാ, പക്ഷേ ദാവീദ് നീ പണിയണ്ട, നിൻ്റെ മോൻ പണിതോളാം പറഞ്ഞു വിട്ടു. പ്രവാചകൻ ഒന്ന് പറയുകയും ചെയ്തു. പക്ഷേ ദാവീദ് നമ്മളെപ്പോലുള്ള മനുഷ്യനല്ല. ദാവീദ് പ്രവാചകൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് ദൈവം എന്നെ അനുവദിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ആഗ്രഹം റിഫ്യൂസ് ചെയ്ത്? എന്താ അതറിയാൻ വേണ്ടി ദാവീദ് ദൈവസന്നിധിയിലിരുന്നു. ഒരു പ്രവാചകൻ പറഞ്ഞത് കേട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്തത്. എന്തുകൊണ്ടാണ് ഒരു നല്ല ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞ കാര്യം ദൈവം അംഗീകരിക്കാത്ത? എന്താ? ദാവീദ് മുട്ടിന്മേലിരുന്നു. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ
ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറയും, മോനെ, ഞാനും ദൈവവും കൂടി ഒന്ന് അകന്നു പോയി ഇടയ്ക്കൊക്കെ. ഞാൻ ദൈവം അനുവദിക്കാതെ രക്തച്ചൊരിച്ചിലൊക്കെ നടത്തി. ഞാനും ദൈവവും കൂടി അകന്നുപോയി. അതുകൊണ്ട് ദൈവം എന്നെ അനുവദിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രവാചകൻ പറഞ്ഞില്ല. തന്നെത്താൻ മുട്ടിന്മേലിരുന്നാൽ നിങ്ങൾക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ശരിയെന്നും നന്മയെന്നും തോന്നുന്ന പലതും നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് തന്നെത്താൻ മുട്ടിന്മേലിരുന്നാൽ മനസ്സിലാവും. തനിയെ മുട്ടിന്മേലിരുന്നാൽ മനസ്സിലാകും. അയ്യോ, ദൈവമക്കളൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞില്ലല്ലോ. ദൈവമക്കൾ പറഞ്ഞൊന്നുമില്ല. നാഥാം പ്രവാചകൻ പറഞ്ഞില്ല നീ രക്തം ചൊരിയിച്ചിട്ടുണ്ട് എന്ന്. നാഥാം പ്രവാചകൻ പറഞ്ഞില്ല നീ പണിയുണ്ടാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ തന്നെത്താൻ മനസ്സിലായി, നിനക്ക് ഇന്ന കുഴപ്പമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണ്ടേ? എന്താണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്? യെശയ്യാ പ്രവാചകൻ, നിങ്ങൾക്ക് അനേകരുടെ പാപം. കർത്താവായ യേശുവിന് 38 കൊല്ലം തളർവാദ രോഗിയായി കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി അവനവിടെ കിടക്കാനുള്ള കാരണം എന്താ? അവൻ്റെ പാപ. ഒരു തളർവാദ രോഗിയെ വീട് പൊളിച്ച് അവൻ്റെ മുമ്പിലേക്ക് ഇറക്കിയപ്പോൾ കർത്താവിന് സങ്കടമായിപ്പോയി. കർത്താവിന് മനസ്സിലായി അവന് ഈ രോഗം പിടിച്ച് കിടക്കാനുള്ള കാരണം അവൻ്റെ പാപമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമയോടെ കർത്താവിൽ ആശ്രയിച്ച് പറയട്ടെ, നമ്മൾ പലരും ഇന്നിങ്ങനെ രോഗികളായും തളർന്നും പല പ്രശ്നത്തിലും പല വേദനയിലും എല്ലാം കുടുങ്ങിക്കിടക്കാൻ ഒരുപക്ഷെ നമ്മുടെ പാപമായിരിക്കാൻ കാരണം, നമുക്ക് മനസ്സിലാകാത്തതായിരിക്കാൻ കാരണം. ഇനിയുള്ള സമയം ഞാൻ അതിവേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് തന്നെത്താൻ ദാവീദിനെ പോലെ, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ഒരു നല്ല ആഗ്രഹം നീ സാധിപ്പിച്ചു തരാത്തത്? മോനെ, നല്ല ആഗ്രഹം നല്ലതാ, പക്ഷേ നീ ഞാനുമായിട്ട് ഇടയ്ക്കൊക്കെ അകന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എളിമപ്പെടാം. നമ്മുടെ പുസ്തകമടച്ച് ഹൃദയത്തിലേക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അവയവങ്ങളെ, എൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ ആത്മാവിനെ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. എൻ്റെ അവയവങ്ങൾ, എൻ്റെ നാവ് എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞു. എൻ്റെ ഇന്ദ്രിയങ്ങൾ എൻ്റെ ആത്മാവിനെ നശിപ്പിച്ചു കളഞ്ഞു. ആർക്കെല്ലാം ബോധം വരുന്നുണ്ട്? കർത്താവേ, എൻ്റെ നാവ് എൻ്റെ ആത്മാവിനെ കൊന്നു. എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ എൻ്റെ ആത്മാവിനെ കൊന്നു. നന്മയ്ക്ക് തിന്മയെന്നും സമ്മാനം മേടിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു പക്ഷപേടിച്ച് ഞാൻ ചിലരെല്ലാം ശരിയായിട്ട് നടക്കുന്നവരെ ഞാൻ തെറ്റാണെന്ന് കണക്കാക്കി. ദൈവമേ, പലതരത്തിലും എനിക്ക് തെറ്റുകൾ സംഭവിച്ചു. ചിലരുടെ എല്ലാം വീട്ടിൽ ആഘോഷം നടന്നപ്പോൾ അവർക്ക് ആത്മീയമില്ലല്ലോ എന്നെല്ലാം ഞാൻ കണക്ക് കൂട്ടി. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ അതിനേക്കാൾ എത്രയോ മോശം. ഞാൻ ആത്മാവിനെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്കെല്ലാം ബോധം വരുന്നുണ്ട്? എൻ്റെ അകത്ത് ഒരാത്മാവ് മരിച്ചിരിക്കുന്നു. എൻ്റെ അകത്തൊരു തണുപ്പ് വന്നിരിക്കുന്നു. എന്നെ നോക്കി ദൈവം സന്തോഷിക്കുന്നില്ല. എൻ്റെ വായിലെ വാക്ക്, എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ആത്മാവ് നശിച്ചു. എൻ്റെ കേൾവി കൊണ്ട് എൻ്റെ ആത്മാവ് നശിച്ചു. എൻ്റെ നടപ്പ് കൊണ്ട് എൻ്റെ ആത്മാവ് നശിച്ചു. എൻ്റെ പെരുമാറ്റം കൊണ്ട് എൻ്റെ ആത്മാവ് നശിച്ചു. ഞാൻ കുടുംബത്തിൽ ചെയ്ത പല വാക്കുകളും പ്രവൃത്തികളും കേട്ട് എൻ്റെ ആത്മാവ് നശിച്ചു. ഹല്ലേലൂയ ദൈവമക്കളെ. എന്നാൽ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മരിച്ചവൻ വിശ്വസ്തനാണ് കേട്ടോ. നമുക്ക് വേണ്ടി കാൽവരി രക്തം ചിന്തിയവൻ വിശ്വസ്തനാണ് കേട്ടോ. അവൻ വിശ്വസ്തനാണ്. അവനെ നിനക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ മനുഷ്യരെ ആരെയും വിശ്വസിക്കണ്ട. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ആ പടഞ്ഞു മരിച്ചവനുണ്ടല്ലോ, രക്തം ചിന്തിയവനുണ്ടല്ലോ, അവിടെ കിടന്ന് അതിവേദനയോടെ കരഞ്ഞവനുണ്ടല്ലോ. അവൻ വിശ്വസ്തനാണ്. അവൻ ക്ഷമിക്കുന്നവനാണ്. അവൻ പൊറുക്കുന്നവനാണ്. അവൻ ഇപ്പോഴും കഴുകുന്നവനാണ്. യെശയ്യാ പ്രവാചകൻ അയ്യോ ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ അല്പം പോലും താമസിച്ചില്ല. ആ തീക്കട്ട അവിടെ വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവന് ജീവൻ കൊടുക്കുന്നതായ ആ തീക്കട്ട, അവന് ശുദ്ധീകരണം കൊടുക്കുന്നതായ തീക്കട്ട, അവന് സ്വർഗത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതായ തീക്കട്ട, അവൻ്റെ അകത്തെ അശുദ്ധിയെ കത്തിച്ചു കളയുന്നതായ ആ തീക്കട്ട അവൻ്റെ അകത്തേക്ക് ആ ഉടനെ വന്നു ചേർന്നു. ഹല്ലേലൂയ ദൈവവേദലേ, നിന്റെ അകത്ത് പാപമുണ്ട്, നീ സമ്മതിക്കുന്നുണ്ടോ? അകത്ത് തെറ്റുപറ്റിയ സമ്മതിക്കുന്നുണ്ടോ? ഉടനെ ആ തീക്കട്ട അകത്തേക്ക് വരികയാണ്. അകത്തെ അശുദ്ധിയെ മാറ്റുവാനായിട്ട് ആ കാൽവരിയിലെ തിരുരക്തത്തിൽ മുക്കിയതായ ദൈവകോപ തീയിൽ വെന്തരുന്നതായ ആ തീക്കട്ടയാണ് നിങ്ങളുടെ അടുക്കൽ
മധ്യത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, ആർക്കെല്ലാം മരണത്തെക്കുറിച്ച് ബോധമുണ്ട്? അയ്യോ ദൈവമേ, ഞാൻ ആത്മാവ് മരിച്ചുപോയല്ലോ, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ ആത്മാവിന് കേടുവരുത്തിയല്ലോ. സഹോദര, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട. അവൻ വിശ്വസ്തനാണ്. കാൽവരിയിൽ മരിച്ചവൻ വിശ്വസ്തനാണ്. അവൻ കഴുകുന്നവനാണ്, അവൻ ശുദ്ധിയാക്കുന്നവനാണ്, അവൻ വീണ്ടെടുക്കുന്നവനാണ്, അവൻ വീണ്ടും ജന്മം തരുന്നവനാണ്. നിങ്ങൾക്ക് അവനെ മുറുകെ പിടിക്കാം. കരങ്ങൾ ഉയർത്തി യേശുവിനോട് പറഞ്ഞാൽ മതി, അപ്പാ ഞാൻ നശിച്ചു കിടക്കുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ കൊന്നുകളഞ്ഞു, എനിക്ക് ജീവൻ തരണമേ, എനിക്ക് ജീവൻ തരണമേ, എനിക്ക് വീണ്ടെടുപ്പ് തരണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഈ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഒരു യഥാസ്ഥാനത്തിന്റെ ആത്മാവിനെ നീ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരിച്ചവർ ജീവിക്കട്ടെ, തകർന്നവർ എഴുന്നേൽക്കട്ടെ, രോഗികൾ വീണ്ടെടുപ്പ് പ്രാപിക്കട്ടെ, കുഷ്ഠരോഗികൾ എഴുന്നേൽക്കട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, മനോരോഗങ്ങൾ മാറി വരട്ടെ, ഭിന്നതകൾ മാറട്ടെ, അശുദ്ധി മാറട്ടെ, അശുദ്ധിയുടെ വ്യാപാരം മാറട്ടെ. യേശു ജയമെടുക്കട്ടെ. നല്ല ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ നീ ഉള്ളതിനായി സ്തോത്രം. കർത്താവേ, മനസ്സലിവ് തോന്നി ശുദ്ധീകരണം കൊടുത്ത് എല്ലാവരെയും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് തരം തരുമാറാകണമേ.